കടലിൽ വെച്ചുള്ള വിളിയെ അല്ലാഹു അംഗീകരിക്കുകയും പിന്നെയോ അദാ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂൻ അവരതാ ശിർക്ക് ചെയ്യുന്നു എന്നല്ലേ. അപ്പൊ കടലിൽ വെച്ച് വിളിച്ചത് തൗഹീദ്, കരയിൽ വെച്ചുള്ള വിളിയോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപ്പോ അതിനെപ്പറ്റി അല്ലാഹ് ശിർക്ക് എന്നും പറയുന്നു. നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ കടലിൽ വെച്ച് വിളിച്ചതും കുട്ടികളുള്ള അല്ലാഹനെ, അതുകൊണ്ടത് ശിർക്ക്. കരയിൽ വെച്ച് വിളിച്ചതും കുട്ടികളുള്ള വേറെ ഏതോ അല്ലാഹനെ, അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും ആളുകളെ, അതുകൊണ്ടതും ശിർക്ക് എന്നല്ലേ പറയണം. നിങ്ങൾ വെറുതെ കുതിര കയറാൻ തയ്യാറായാൽ പോരാ. തൗഹീദുണ്ട്, അബൂജഹലിന് ഈമാനുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ചു പോയാൽ പോരാ. ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് നാം പറയുന്ന അള്ളാഹുവിനെ എല്ലാവരും അള്ളാഹ്ന്ന് വിളിച്ചത് എന്നല്ലേ, ആ വേറൊരു സങ്കല്പത്തെയാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ മറുപടി പറയണം. ആശൂറ നോമ്പെടുത്തത് ഏത് അള്ളാഹ്ക്ക്? അതുപോലെ തന്നെ തവാഫ് ചെയ്തത് ഏത് അള്ളാഹ്ക്ക്? ഇത്തികാഫ് നേർച്ചയാക്കിയത് ഏത് അള്ളാഹ്ക്ക്? കടലിൽ വെച്ച് വിളിച്ചത് ഏത് അല്ലാഹനെ? അബൂജഹിൽ ബദറിൽ പുറപ്പെടുമ്പോ വിളിച്ചത് ഏത് അല്ലാഹനെ? അല്ലാഹു അതാ ആയത്തിറക്കിയിട്ട് പറഞ്ഞില്ലേ, അതേത് അള്ളയാണ്? ദഅവുല്ലാഹ എന്ന് പറഞ്ഞിടത്ത് അള്ളാഹനെ വിളിച്ചു ഇഖ്ലാസോട് കൂടി എന്ന് പറഞ്ഞില്ലേ. ആ വിളിയെ, ആ പ്രാർത്ഥനയെ, ആ ദുആഇനെ അല്ലാഹ് ശിർക്കെന്ന് വിശേഷിപ്പിച്ചോ? നിങ്ങളുടെ വാദപ്രകാരം കുട്ടികളുള്ള അല്ലാഹ്, കുറുകാരനുള്ള അല്ലാഹ്, പരലോകത്ത് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അല്ലാഹ് എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ആ അല്ലാഹനെ വേറൊരു അല്ലാഹനെയാണ് അവർ വിളിച്ചതെങ്കിൽ ആ കടലിൽ വെച്ചുള്ള വിളിയെ അല്ലാഹു അനുവദിച്ചു കൊടുക്കുമോ? അംഗീകരിച്ചു കൊടുക്കുമോ? മറുപടി പറയേണ്ടത് പേരോടാണ്. നിങ്ങൾ മറുപടി പറയണം. മാത്രമല്ല അങ്ങനെ അവര് കരയിലുള്ളതിനെയല്ലേ അല്ലാഹ് ശിർക്കെന്ന് പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല ആവർത്തിച്ച് ചോദിക്കുകയാണ്, കടലിൽ വെച്ച് അബൂജഹിലടക്കമുള്ള കക്ഷികൾ അല്ലാഹ്നോട് ദുആ ചെയ്ത ഈ ദുആയെ പറ്റി പേരോടിന് പറയാനുള്ളത് എന്താണ്? ആ ദുആ ശിർക്കാണെന്നാണോ? ആ ദുആ ശിർക്കാണെന്നാണോ പറയാനുള്ളത്? എങ്കിൽ കൃത്യമായി ചോദിക്കട്ടെ, ആ ദുആയെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ദുആ തൗഹീദ് ാണോ ശിർക്കാണോ എന്ന് നിങ്ങളൊന്ന് പറയേണ്ടതുണ്ട്. ആ സമയത്ത് അവർ എല്ലാരെയും വിട്ടു. കടലിൽ വെച്ചവർ വിളിക്കുമ്പോ സർവ്വരെയും വിട്ടു. ആ സന്നിഗ്ധ ഘട്ടത്തിൽ അവര് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന സർവ്വ ദൈവങ്ങളെയും അവർ വിട്ടു. അല്ലാഹനെ മാത്രം വിളിക്കുകയാണ്. അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മാത്രമല്ല ഇയാൾ പറയുന്നത് എന്താ? അല്ലാഹ് അല്ലാഹ് എന്നൊക്കെ അവർ പറയുമ്പോ അവർ വിളിച്ച അല്ലാഹ് കുട്ടികളുള്ള അല്ലാഹ്, സങ്കല്പത്തിലുള്ള അല്ലാഹ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾക്ക് പേരോട് അർത്ഥം പറയണം. ഖുർആൻ പറയുന്നു, മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അല്ലാത്തവരെ അവർ ആരാധിച്ചതിന് കുട്ടികളുള്ള അല്ലാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാനാണ്. അങ്ങനല്ലേ അർത്ഥം വരിക? കുട്ടികളുള്ള അല്ലാഹ്, വേറൊരു അല്ലാഹ്. അതേപോലെ തന്നെ അവർ പറഞ്ഞില്ലേ, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. ചോദിക്കട്ടെ പേരോട്, ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിടത്തുള്ള അല്ലാഹ് ഏതാ? ഏതാണ് അല്ലാഹ്? കുട്ടികളുള്ള അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് എന്നാണോ ഇവര് പറഞ്ഞത്? ആണോ? നിങ്ങൾ പറയണം. നിങ്ങൾ നോക്കൂ, ഇതേപോലെ എത്രയോ സംഭവങ്ങളിൽ കഴിഞ്ഞ പ്രസംഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹുദൈബിയ കരാർ എഴുതുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് ആ ഒരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മുശ്രിക്കിന്റെ നേതാക്കന്മാരും ഒരു സ്ഥലത്ത് ഹുദൈബിയ